അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴ മാത്രം കിഴക്കോട്ടൊഴുകുന്നു. ഭവാനിപ്പുഴ പോലെ ഒഴുക്കിലും ഓളങ്ങളിലും വ്യത്യസ്തത പുലർത്തി നീതിക്കും ന്യായത്തിനും വേണ്ടി, പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി ഉറച്ച നിലപാടുമായി ഒരാൾ. അതാണ് നാട്ടുകാർ സ്നേഹപൂർവ്വം മാണിയച്ചൻ എന്ന് വിളിക്കുന്ന മാണി പറമ്പേട്ട്. മാണിയച്ചൻ വന്നിട്ട് 46 വർഷമായി. പക്ഷേ മാണിയച്ചനെ അറിയാത്ത ആരും അട്ടപ്പാടിയിലുണ്ടാവില്ല. അച്ഛൻ കാരണം കൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം കിട്ടുകയും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടുകയും കുറേ കലകൾ പഠിക്കാനും ഒരവസരം കിട്ടിയത് അച്ഛനിലൂടെയാണ്. അത് ഒരിക്കലും അട്ടപ്പാടിക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. രാഷ്ട്രീയമായി ഔദ്യോഗിക പദവിയിലൊന്നും ഇരിക്കാതെ തന്നെ അട്ടപ്പാടിയിലെ ആദിവാസികൾക്കിടയിൽ കാലവും ലോകവും ശ്രദ്ധിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ധോണികുണ്ടിൽ ഒരു ആശ്രമമുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ ആശ്രമത്തിൻ്റെ അവിടെ വരാന്തയിൽ കുറച്ച് ബുക്സും ന്യൂസ് പേപ്പറുകളൊക്കെ ആകെ വായിക്കാൻ കിട്ടുന്ന ഒരു റീഡിങ് ഏരിയ അതാണ്. അപ്പോൾ അങ്ങനെ പോയി ആ ബുക്കുകൾ എടുക്കാനും വായിക്കാനും ഒക്കെ പോകുന്ന സമയത്താണ് മാണിയച്ചനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലുണ്ടായിരുന്ന മറ്റ് പുറം ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന ഒരുപാട് പേർക്ക് കലാപരമായിട്ടും കായികപരമായിട്ടും, ഇപ്പോൾ യുവശക്തി ക്ലബ്ബ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലബ്ബ് അട്ടപ്പാടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായിട്ട് വളരുകയും അത് ജില്ലയിൽ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുകയും സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്യുന്നുണ്ടായിട്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ വേറിട്ടൊരു പ്രവർത്തനം ഞാൻ കണ്ടത് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മദ്യനിരോധനം യഥാർത്ഥത്തിൽ അന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അട്ടപ്പാടിയിൽ ഇപ്പോൾ ഈ കാണുന്ന പല ആദിവാസികളെയും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന് സംശയമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും വളരെ രൂക്ഷമായൊരു സാമൂഹിക പ്രശ്നമായിട്ട് മദ്യപാനം അന്ന് എല്ലാ ഊരുകളിലും, പ്രത്യേകിച്ച് ട്രൈബ്സിനിടയിൽ, അവർക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളും കുറവായതുകൊണ്ട് അവർക്കിടയിൽ വളരെ വ്യാപകമായിട്ടും അത് പടർന്നു പിടിക്കുകയും അവർ പരസ്പരം തല്ലുകയും കൊല്ലുകയും വഴിയിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് അന്നിവിടെ ഈ മദ്യക്കച്ചവടത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്. ഷാപ്പുകളും ഉപഷാപ്പുകളും ചാരായ ഷാപ്പും മറ്റേ നാടൻ മദ്യവും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു അട്ടപ്പാടിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെയുള്ള മദ്യവിരുദ്ധ പ്രവർത്തകരും യുവജനങ്ങളും ഒക്കെ സംഘടിച്ച് ഈ വ്യാജവാറ്റുകാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുകൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഷാപ്പുകളുടെ മറവിൽ അനധികൃതമായിട്ട് ഉപഷാപ്പുകളായിട്ട് ഒരുപാട് അനധികൃത മദ്യ കച്ചവടം ഇവർ കോൺട്രാക്ടേഴ്സ് നടത്തിയിരുന്നു. അതിനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അത് പുറംലോകത്തെത്തിക്കാനും അങ്ങനെ ശക്തമായൊരു പ്രക്ഷോഭമായിട്ട് അത് വളരുകയായിരുന്നു. ആദിവാസികൾക്ക് വേണ്ടത് ഔദാര്യമല്ല, അവകാശമാണെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ക്രിയാത്മകതയും ദീർഘദർശിത്വവും നിറഞ്ഞ ആ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമാണ് മാണിയച്ചൻ ഇന്നും അവരുടെ മനസ്സിൽ കടന്നെത്തുന്ന സന്തോഷവും ഊർജവും പ്രചോദനവും. ഒരു ജനതയുടെ പുരോഗതി അവരുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ടാവണമെന്നാണ് മാണിയച്ചൻ്റെ മാനവിക നിലപാട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മാണിയച്ചൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞങ്ങളച്ഛനെ വിളിച്ചിരുന്നു കുതിരയച്ഛൻ എന്നായിരുന്നു. അദ്ദേഹത്തിനൊരു കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ കുതിരപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അതായത് അട്ടപ്പാടിയിൽ മൊത്തം അദ്ദേഹം അങ്ങനെ കുതിരപ്പുറത്ത് നടന്ന് കയറിയിരുന്നു. അദ്ദേഹം പാതിരിയാണെങ്കിലും, അതായത് പള്ളിയിൽ ആണെങ്കിലും പക്ഷേ അന്ന് തന്നെ ആദിവാസി പ്രശ്നങ്ങളിലും അതുമാതിരി പൊതുരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. പിന്നെ 80-ക്ക് ശേഷം 90, 2000 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം അട്ടപ്പാടി വിവിധ പ്രദേശങ്ങളിൽ എത്തിപ്പെടുകയും ആദിവാസി ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വന്ന 1994, അതായത് 25 വർഷം മുമ്പ് വന്ന മദ്യനിരോധനത്തിന് വേണ്ടി അച്ഛൻ സജീവമായി ഇടപെടുകയും അതിൽ തുടർന്ന് ഗവൺമെൻറ് മദ്യം നിരോധിക്കുകയും അട്ടപ്പാടിയിൽ സമ്പൂർണ്ണ മദ്യം നിരോധിക്കും, സമ്പൂർണ്ണ മദ്യനിരോധന മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസി വിഷയങ്ങളിലും പ്രത്യേകിച്ച് മാനുഷിക പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുകയും അട്ടപ്പാടി വിവിധ പ്രദേശങ്ങൾ സഞ്ചരിക്കും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കക്ഷിയായി മാറി. പ്രത്യേകിച്ച് ഈ നിരീശ്വര, ഈ അച്ഛൻ്റെ ആ പട്ട ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്.
അട്ടപ്പാടിയിലെ ഓരോ ഊരിനെ സംബന്ധിച്ചും അതിശയിപ്പിക്കുന്ന അറിവാണ് മാണിയച്ചനുള്ളത്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ഒരു സ്പന്ദനമാണ്. ഏതാണ്ട് 195 ഊരുകൾ രേഖയിൽ അല്ലാതെ കുറച്ച് ഊരുകളൊക്കെ ഉണ്ട്. അത്രയും ഊരുകൾ സന്ദർശിച്ച വ്യക്തിയാണ് അച്ഛൻ. അതുകൂടാതെ ഒരു മാനവികവാദിയാണ്, മനുഷ്യസ്നേഹിയാണ്. ഇതുകൂടാതെ സോഷ്യൽ വർക്കുകളിലും അദ്ദേഹത്തിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലയിൽ ഇന്നും രൂക്ഷമായി തുടരുന്ന ചില പ്രശ്ന സങ്കീർണതകളിലേക്ക് അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി താങ്കൾ ഇവിടെ അട്ടപ്പാടിയിലെ ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ 4.5 പതിറ്റാണ്ടിനിടയ്ക്ക് താങ്കൾക്ക് അനുഭവപ്പെട്ട പുരോഗതിയുടെ തടസ്സം എന്താണ്? അവർക്ക് പ്രകൃതിജന്യമായ നൈസർഗികമായിട്ടുള്ള അവരുടെ ജീവിതശൈലിയെ എന്തോ കൊള്ളരുതാത്തതാണെന്നും മുഖ്യധാരയുടെ കൃത്രിമ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ജീവിവിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് മേന്മയേറിയതെന്നും അവരെ നിർബന്ധമായിട്ട് ധരിപ്പിച്ചു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് അട്ടപ്പാടിയുടെ സ്പന്ദനം അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ അട്ടപ്പാടിയിലെ ഗോത്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വിവിധ സർക്കാരുകളും വിവിധ ഫണ്ടുകളും വിവിധ ഏജൻസികളും ധാരാളം ഫണ്ടുകൾ വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അട്ടപ്പാടിയെ മറ്റൊരു സ്വിറ്റ്സർലാൻഡ് ആക്കാവുന്ന വിധം ഇവിടുത്തെ ധാരാളം ധനം ഒഴുകിയിട്ടുണ്ട്. ആ മാറ്റം ഇവിടെ പ്രകടമല്ല. ആദിവാസികളുടെ ജീവിതം അവർക്ക് അന്യമായി തീർന്നു. അവർക്ക് വിശ്വാസമില്ലാത്ത, താല്പര്യമില്ലാത്ത മുഖ്യധാരാ സമൂഹത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ നിർബന്ധിതരായി. അപ്പോൾ അവർക്ക് അവരുടെ നൈസർഗികമായതുമില്ല, മുഖ്യധാരയുടെ കൃത്രിമമായതും ഇല്ല, രണ്ടുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു. വിദ്യാഭ്യാസ പുരോഗതിയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ പുരോഗതിയുടെ എല്ലാം അടിത്തറ ഈ മുഖ്യധാരയുടെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ അവർ ഉൾക്കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അവർക്ക് അവരുടേതായിട്ടുള്ള നൈസർഗിക പ്രകൃതിജന്യമായിട്ടുള്ള മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ജീവിതശൈലികളും ഒക്കെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടലിൻ്റെ അനുഭവങ്ങൾ അവരുടെ കൂട്ടത്തിലെ മജോറിറ്റി അനുഭവിക്കുന്നു. ന്യൂനപക്ഷം ഈ മുഖ്യധാരയുടെ സജീവമായിട്ടുള്ള വികസന രീതികളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിച്ച് കുറേ പേർ രക്ഷപ്പെടുന്നുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ ആ രക്ഷപ്പെടലിനെയാണ് അഭിവൃദ്ധിയായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അട്ടപ്പാടിയിലേക്കുള്ള ആദിവാസികളുടെയും ഗോത്ര വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിൽ മനുഷ്യസാധ്യമായത് തന്നാൽ കഴിയുന്നത് ചെയ്തൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ 45 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 45 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യവും ഇവിടുത്തെ ആദിവാസികളുടെയും ഗോത്രവർഗ വിഭാഗങ്ങളുടെയും ഒക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അവരോട് വന്ന കാലം മുതലേ എൻ്റെ സംഭാഷണത്തിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നതാണ്. ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതശൈലിയിലൊക്കെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. താങ്കൾ ജനിച്ചത് വളർന്നത് കോട്ടയം ജില്ലയിലാണ്. അവിടുന്ന് അട്ടപ്പാടിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യവും ഇവിടെ വന്നിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളും ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. 1978-79 കാലയളവിൽ ഒരു ചെറിയ പള്ളിയോട് ചേർന്ന ചെറിയൊരു മുറിക്കകത്ത് ജീവിച്ചു. ആ സമയം കൊണ്ട് ഞാൻ സ്വന്തമായി 1 ഏക്കർ സ്ഥലം സംഘടിപ്പിച്ച് ഒരു ആദിവാസി ഒരു മൂപ്പൻ ജീവിക്കുന്ന വീടിന് അടുത്ത് 2 മുറി ഉള്ള അടുക്കളയുമുള്ള ഒരു ചെറിയ വീട് വേവിക്കാത്ത പച്ചക്കട്ട കൊണ്ട് പണിത് മേക്കുവരയുണ്ടാക്കി പുല്ലുമേഞ്ഞ് വെറും ചാണകം മെഴുകിയ തറയിലാണ് ഞാൻ പിന്നെയുള്ള 27 കൊല്ലം ജീവിച്ചത്. ഞാൻ എൻ്റെ ഓർമ്മ വച്ച കാലം മുതലേ ഒരു സ്വാതന്ത്ര്യദാഹിയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച്, ചിന്തകൾക്കനുസരിച്ച്, എൻ്റെ കണ്ടെത്തലുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. അതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് കുമാരനാശാൻ്റെ ഒരു
പദ്യം എൻ്റെ മനസ്സിൽ സജീവമാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുവേക്കാൾ ഭയാനകം. ഇതെപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന സാധനമാണ്. എനിക്ക് തിരിച്ചറിവ് വെച്ച കാലം മുതലേ പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുയേക്കാൾ ഭയാനകം. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിക്കണ്ട, ഈ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യബോധം ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് താങ്കൾ ആദ്യമായിട്ട് അട്ടപ്പാടി ചുരം കയറി വരുന്നത്. അല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ അതായിരുന്നു. ജീവിതോപാധി എന്ന നിലയ്ക്കും ഒരു സ്വാതന്ത്ര്യദാഹത്തിൻ്റെ തരത്തിലുള്ള എൻ്റെ വിദ്യാഭ്യാസ കാലത്തും മറ്റേ സന്യാസ പൗരോഹിത്യ പരിശീലന കാലത്തുമൊക്കെ ഞാൻ ഈ സംഘർഷം അനുഭവിച്ചിരുന്നു. അല്ല, അങ്ങനെ ഒരു 4.5 പതിറ്റാണ്ട് മുമ്പ് അട്ടപ്പാടിയിൽ വന്നപ്പോഴുള്ള ഒരു വികാസം, അന്നത്തെ പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായിരിക്കും. അതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായിരുന്നു അട്ടപ്പാടി? പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഈ വളരെ സന്തോഷമായി, സംതൃപ്തരായി, സ്വയം പര്യാപ്തരായി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വല്ലവരുടെ ഔദാര്യത്തിന് ജീവിക്കുന്നതല്ല മനുഷ്യ ജീവിതം. നിങ്ങളുടെ ഈ വസ്ത്രധാരണം, നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ പാട്ടും കൂത്തും ഒക്കെ മോശമാണ്. പാട്ട് പാടണം ഞങ്ങൾ പാടുന്ന പോലെ പാടും, കളിക്കണമെങ്കിൽ ഞങ്ങൾ കളിക്കുന്ന പോലെ കളിക്കും, കൃഷി ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യും. ആ സംസ്കൃതിയിൽ നിന്ന് അവരുടെ എല്ലാ മേഖലകളിൽ നിന്നും. പിന്നെ അവരെ മാറ്റിക്കൊടുത്തു. ആദിവാസികളുടെ മുഖ്യ മൂല്യം എന്ന് പറയുന്നത് ഹാർമണി അല്ലെങ്കിൽ താളാത്മകതയാണ്. മുഖ്യധാരയുടെ മുഖ്യ മൂല്യം എന്ന് പറയുന്നത് വേഗതയാണ്, സ്പീഡാണ്. അതെ. അത് രണ്ടും ഡയമെട്രിക്കലി ഒപ്പോസിറ്റാണ്, അങ്ങേയറ്റം വിരുദ്ധമായിട്ട്. ആ വേഗത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പല മൂല്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അത് ഒരു കാര്യം. അതേപ്പറ്റി കാര്യമായിട്ടുള്ള ഒരു അവബോധമോ തിരുത്തലോ ഇല്ലാതെ മുഖ്യധാര ഇന്നും അവരുടെ കോളേജുകളിലും സ്കൂളിലും മതാലയങ്ങളിലും ഒക്കെ ഈ വേഗതയിൽ ഊന്നിയ വികസനത്തിനും ജീവിത ശീലങ്ങൾക്കുമെല്ലാം അവരെ ഹേമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണേൽ പറയാം. അതേ വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക സമ്മർദ്ദമുള്ളത് കൊണ്ട് ആദിവാസി ചെറുപ്പക്കാരും ഈ നമ്മുടെ മുഖ്യധാരയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വളർന്നു വരുന്നവർ ഈ മുഖ്യധാരയുടെ വേഗ സംസ്കാരത്തെ എത്തിപ്പിടിക്കാനായിട്ട് കഠിന ശ്രമം ചെയ്തുകൊണ്ട് കുറച്ച് പേര് വിജയിക്കുന്നുണ്ട്. അതിനെ വിജയമായിട്ടല്ല കാണേണ്ടത്. കോട്ടയത്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് വരുന്നത് ഒരു വൈദികനായിട്ടായിരുന്നല്ലേ? അതെ. കോട്ടയത്ത് നിന്നല്ല, ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളം ഭാഗത്താണ് എൻ്റെ വൈദിക പരിശീലന കാലങ്ങൾ ആദ്യം ആരംഭിക്കുന്നത്. പിന്നെ വൈദിക ശുശ്രൂഷ ജീവിതം നയിച്ചതും എല്ലാം എറണാകുളം ജില്ലയിൽ. അതിനുശേഷം അട്ടപ്പാടിയിലേക്ക് വരുന്നത്. അപ്പോൾ അട്ടപ്പാടിയിലേക്ക് നിയോഗിതനാകുന്നത് ഒരു മതപ്രബോധകനായിട്ടാണ്? അട്ടപ്പാടിയിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ട് വന്നതല്ല, എൻ്റെ ചോയ്സാണ്. അല്ല, ഇവിടെ വന്നിട്ട് മതപ്രബോധനവും മറ്റുമൊക്കെ നടത്തിയിരുന്നില്ലേ? മതപ്രബോധനം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ പൗരോഹിത്യം ഉപേക്ഷിക്കാത്തത് കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ മിനിമം സൺഡേ സർവീസ് മാത്രം ഞാൻ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. പിന്നീട് താങ്കൾ മാനവികതയിലേക്ക് വന്നു, മതം ഉപേക്ഷിച്ച് മാനവികതയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ അന്ന് വന്നതിന് ശേഷം ഇവിടെ ആദ്യം ആരംഭിച്ചതും ഇവിടെ തുടങ്ങിയതുമായ സാമൂഹ്യ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സംസ്കരണ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? ഡീട്രൈബലൈസ് ചെയ്യപ്പെട്ട ആദിവാസികൾക്ക് അവരാകാൻ അവസരം കൊടുക്കുക, ഡീട്രൈബലൈസ് ചെയ്യപ്പെട്ട നമ്മൾ റീട്രൈബലൈസ് ചെയ്യുക, നമ്മൾ അവരിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം താളാത്മകതയാണ്. പിന്നെ അടുത്തത് ചെറുതായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിലും ലളിതമായിരിക്കുക എന്നുള്ളതാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചെറുതായാൽ മനോഹരമാകും. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളുമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. അല്ല, ഇവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും താങ്കളെ കുറിച്ച് ഞാനിവിടെ വന്ന് ആദ്യം ചെയ്യുന്നത് 78 മുതൽ, ഏതാണ്ട് 77 പക്ഷേ 78 മുതൽ ഞാൻ ഇവിടെയുള്ള അന്ന് 118 ഊരുകൾ അവിടെ ഉണ്ടായിരുന്നത്. ഈ ഊരുകൾ മുഴുവൻ നേരിട്ട് പോയി സന്ദർശിക്കുക, പറ്റിയാൽ 1-2 ദിവസം അവിടെ തങ്ങുക, ഇതായിരുന്നു എൻ്റെ. അങ്ങനെ ഈ ഊരുകൾ മുഴുവൻ ഓടിയെത്താൻ വേണ്ടി ഒരു കുതിരപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത് ഊരുകൾ സന്ദർശിക്കാനല്ല, അപ്പോൾ ശരിക്കും കുതിരയെ ഉപയോഗിച്ചിരുന്നത് 3-4 പള്ളികളുടെ ഞായറാഴ്ച സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് കുതിരയെ ഉപയോഗിച്ചത്. ഊരുകളിലൊക്കെ പോകുന്നത് നടന്നു തന്നെ ആണല്ലേ? ഊരുകളിലൊന്നും കുതിര. അപ്പോൾ ഈ ഊരുകളുടെയൊക്കെ നിലവാരം അന്ന് 4 പതിറ്റാണ്ട് മുമ്പാണല്ലോ, അന്ന് എത്രത്തോളം ഉണ്ടായിരുന്നു? അതായത് ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പോലെ സംതൃപ്തരായ, സ്വതന്ത്രരായ, സന്തോഷവതികളും സന്തോഷവാന്മാരുമായ ജനവിഭാഗത്തെയാണ് ഇവിടെ കണ്ടത്. ഇപ്പോഴാണ് അവരിൽ
എന്ന് മാത്രമല്ല അവരുടെ ആതിഥ്യ മര്യാദ എന്നെ വളരെയധികം ആകർഷിച്ചു. അവർക്ക് ആരെയും സംശയമില്ല, ആരെയും ഭയമില്ല, ആര് എന്നാലും അവർക്കുള്ളതെല്ലാം അവർ പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ മുഖ്യധാരയിൽ ഒരിക്കലും കാണാത്ത കാര്യം. ഇതായിരുന്നു 4 പതിറ്റാണ്ട് മുമ്പ് ആദിവാസികളുടെ ജീവിതഘടന. അതിൽ നിന്നിപ്പോൾ അവൾ പുരോഗതിയിലേക്കല്ല ശരിക്കും എത്തിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ വിലയിരുത്തൽ അവർ പുരോഗമിക്കുകയല്ല ചെയ്തത്, അവർ അധോഗതിയാവുകയാണ് ചെയ്തത്. അതിന് കാരണം സാമൂഹിക ഇടപെടലാണ്, മുഖ്യധാരയിൽ നിന്നുള്ള ഇടപെടലാണ്. മുഖ്യധാരാ മൂല്യങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ. താങ്കളുടെ സാമൂഹ്യ സംസ്കരണ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് ധാരാളം വിദ്യാഭ്യാസ നവജാഗരണം, സാംസ്കാരികമായ ഉന്നതി വരുത്താൻ കുറേയൊക്കെ പരിശ്രമിച്ചുവെന്നാണ്. ആ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി വിശ്വമൈത്രി ഗുരുകുലം എന്ന പേരിൽ ഞാനൊരു പ്രിമിറ്റീവ് ട്രൈബൽ സ്കൂൾ ആരംഭിച്ചു. മുടുകരും കുറുമ്പരും മാത്രം ഉൾക്കൊള്ളുന്നതിൽ ആരംഭിച്ചു. അതെവിടെയായിരുന്നു അട്ടപ്പാടിയിൽ? അത് തുടങ്ങിയത് വിദൂര കുറുമ്പ ഊരായ ഇടവാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. എത്ര കുട്ടികളുണ്ടായിരുന്നു അന്ന്? ഒരു 20-30 ഇടയ്ക്ക് കുട്ടികളുണ്ടായിരുന്നു. അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്നില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച് എഴുത്തും വായനയും ഒക്കെ അറിയാവുന്ന ആദിവാസി കുടുംബങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 4 കുടുംബങ്ങളായിരുന്നു അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അത് ശരി. അവരുടെ മക്കളെ പോലെ അവർ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ 30 കുട്ടികളിൽ മാറ്റം സംഭവിച്ചോ? പിന്നീട് അവർ ഉന്നതിയിലേക്ക് വന്നോ? അവരെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 13 കൊല്ലം അത് തുടരാൻ കഴിഞ്ഞുള്ളൂ. 13 കൊല്ലം കഴിഞ്ഞിട്ടും അവർ തുടരുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. ഈ 13 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ മുഖ്യധാരയുടെ സമ്മർദ്ദങ്ങളും സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ ആഗമനവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്ന് അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അട്ടപ്പാടിയിലേക്ക് നിരവധി ഫണ്ടുകൾ ഒഴുകി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകൾ ഒഴുകി, ഗവൺമെൻറ് ഇതര ഏജൻസികളുടെ ഫണ്ടുകൾ ഒഴുകി. എന്നിട്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പുരോഗതി ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരിൽ മാറ്റം പ്രകടമാവാൻ എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? മുഖ്യധാരയിലേക്ക് അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം ആദ്യം അവസാനിപ്പിക്കും. അവർക്ക് അവരുടേതായ ജീവിതശൈലികളും വളർച്ചയും വികാസവുമുണ്ട്. അതിനുള്ള ഫണ്ടേ ചെയ്യാവൂ. അതിന് അവരാവശ്യപ്പെടുന്ന സഹായം കൊടുക്കണം. അവർക്ക് കക്കൂസ് വേണം, അവർക്ക് കോൺക്രീറ്റ് വീട് വേണം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ ഘടനയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കണം ആദ്യം. മുഖ്യധാര അൺനാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ മുഖ്യ കണ്ടെത്തൽ. അത് സ്റ്റോപ്പ് ചെയ്യണം. അവർക്ക് അവരുടേതായ രീതിയിൽ വളരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾ പലരും ഈ മുഖ്യധാരയിൽ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിനോടൊപ്പം ചേർന്നതുകൊണ്ടാണ് അവരിൽ നിന്ന് കലക്ടർമാരുണ്ടായത്, അവരിൽ നിന്ന് അധ്യാപകരുണ്ടായത്, അവരിൽ നിന്ന് പല ഉദ്യോഗസ്ഥരുണ്ടായത്. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥരായിത്തീരുക എന്ന് പറഞ്ഞാൽ, ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അടിമകൾ എന്നർത്ഥം. അവർക്കങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ജീവിതത്തിലില്ല. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ആദിവാസികൾ ആരും കൂലിപ്പണിക്ക് പോകില്ലായിരുന്നു. കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ കുടിയേറിയവരുടെ കൂട്ടത്തിൽപ്പെട്ട പാവങ്ങളായിരുന്നു. ആദിവാസികൾ കൂലിപ്പണിക്ക് പോകുന്ന അവസ്ഥയില്ലായിരുന്നു. അപ്പോൾ അവരുടെ ജോലി എന്തായിരുന്നു? അവർക്ക് അവരുടെ ഭൂമി കൃഷി ചെയ്യും, സ്വന്തമായിട്ട്. കൃഷിയുണ്ട്, കാലിമേയ്ക്കലുണ്ട്, ആട് വളർത്തലുണ്ട്, ചെറിയ തോതിൽ ഈ ഹണ്ടിങ് ഉണ്ട്, വേട്ടയുണ്ട്, മീൻപിടുത്തമുണ്ട്, കാട്ടിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കലുണ്ട്. ഇതെല്ലാം രീതിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തെക്കുറിച്ചുള്ള മുഖ്യധാരയുടെ കാഴ്ചപ്പാടിലെ ഒരുപാട് വൈകൃതങ്ങൾ എന്ന് ഞാൻ പറയും. വൈകൃതങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള മുഖ്യധാരയുടെ സമീപനങ്ങൾ. നിർബന്ധിത കല്യാണം, കെട്ട്, സ്ത്രീയെ കെട്ടിവലിച്ച് കൂടെ കൊണ്ടു നടക്കുക, ഒരുപാട് വിവേചനങ്ങൾ, ഇതൊന്നും ആദിവാസികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണ് കല്യാണം കഴിച്ചിരുന്നത്. ഇഷ്ടപ്പെടുന്നവർ കല്യാണം കഴിച്ചവർക്ക് പിരിയാനും സാധ്യതയുണ്ടായിരുന്നു. ആരും ഒരു തടസ്സവും ചെയ്യില്ല. അവർ പിരിയുമ്പോൾ, അങ്ങനെ ഒന്നിച്ച് ജീവിച്ചിട്ട് പിരിയുമ്പോൾ അവരുടെ ഒരു കൂട്ടത്തിലൊന്ന് അറിയിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ഇതൊരു കഴിഞ്ഞ കാലഘട്ടത്താണ്. അങ്ങനെ ആയിരുന്നതിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ യാതൊരു തരത്തിലുള്ള ലൈംഗിക ആർത്തിയും ഉണ്ടായിരുന്നില്ല, ലൈംഗിക ആക്രമണം ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രക്രിയ ഇവിടെ ആരംഭിക്കുന്നത് ഈ കുടിയേറ്റക്കാരെന്ന് പറയുന്ന മുഖ്യധാരയുടെ ആളുകൾ വന്നതോടുകൂടിയാണ്. മുഖ്യധാരയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ ലൈംഗിക ധാരണകളും
ലൈംഗിക കാഴ്ചപ്പാടുകളും. വിലക്കുകളും. അല്ല, അട്ടപ്പാടിയുടെ പുതിയ മാറ്റം ഏത് രൂപത്തിലായിരിക്കണം? ഇവിടുത്തെ റോഡുകളുടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമുള്ള അട്ടപ്പാടിയിൽ ഈ പട്ടിണി മരണങ്ങൾ ആവർത്തിക്കുന്നു, ശിശുമരണങ്ങൾ. ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് കുഴപ്പങ്ങളില്ല. അതേസമയം അവരുടെ ജീവിത രീതികളെ മാറ്റിപ്പണിയുന്ന പരിപാടികൾ അവസാനിപ്പിക്കും. അതുപോലെ മറ്റേ അവരുടെ ഒരു രോഗപരിചരണ രീതികൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള രോഗപരിചരണ രീതികളുണ്ട്. അതിൻ്റെ വേണ്ടി പരക്കം പായുന്ന കുടിയേറ്റക്കാർ ഇപ്പോൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ചില വൈദ്യ ശുശ്രൂഷക്കാർ കോടീശ്വരന്മാരായിട്ടുണ്ട്. അട്ടപ്പാടിയിലെ അനുഭവമാണത്. അതിൻ്റെ അർത്ഥം അവർക്ക് അവരുടേതായ ഒരു മറ്റേ ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള അവസരം അവരുടെ സ്വത്വത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള പുരോഗതി അല്ലേ, അടിസ്ഥാന പുരോഗതി മാത്രമേ. ക്രിട്ടിക്കൽ കേസുകളിൽ നമുക്ക് ഉള്ള സയൻറ്റിഫിക് സാധ്യതകളെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, വേണ്ടിവരും. പക്ഷേ ഇത് വ്യാപകമായിട്ട് വെറുതെ ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു ക്ഷീണം വന്നു ഉടനെ ഈ ഇംഗ്ലീഷ് മരുന്ന് കടകളെയും ആശുപത്രികളെയും ആശ്രയിക്കുന്ന ആ രീതി ആശാവഹമല്ല, ആരോഗ്യകരമല്ല എന്ന് ആദിവാസികളെ ബോധ്യപ്പെടുത്തണം. ശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും ഞാൻ സൗഹൃദത്തിലാണ്. എടുത്തു പറയാവുന്നത്, ഞാൻ കേരള യുക്തിവാദ സംഘം എന്ന് പറയുന്ന സഹോദരൻ അയ്യപ്പൻ്റെയും അഡ്വക്കേറ്റ് MC ജോസഫിൻ്റെയും മറ്റേ പവനൻ തുടങ്ങിയിട്ടുള്ള കുറ്റിപ്പുഴ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയും ഒക്കെ പ്രചോദനത്താൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും. മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രകാലം ആയിട്ടുണ്ട്. വേറെ ഏതെല്ലാം സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്? പിന്നെ ഞാൻ പ്രവർത്തിച്ചിരുന്ന ആദ്യമായി ഉണ്ടായിരുന്ന സംഘടന എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംഘടനയാണ്, PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അത് അട്ടപ്പാടിയുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നില്ലേ ആദ്യം പ്രവർത്തിച്ചത്? അതെ. അല്ല, ഞാനത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അതുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ഈ എമർജൻസി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. എമർജൻസി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ സജീവമായ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഓൾ ഇന്ത്യ ടൂർ നടത്തിയത്. ആ ടൂറിൽ വെച്ചിട്ടാണ് എനിക്ക് ആദിവാസികളെക്കുറിച്ചുള്ള ബോധമുണ്ടായത്. ഞാൻ പഠിച്ച സ്കൂളിലോ LP സ്കൂളിലോ പ്രൈമറി UP സ്കൂളിലോ ഒന്നും ഈ ആദിവാസികളെക്കുറിച്ചുള്ള ഒരു പാഠവും ഞാൻ കണ്ടിട്ടുമില്ല. ഈ ഇന്ത്യയിലുള്ള പര്യടനമാണ് പ്രചോദിപ്പിച്ചത്. അങ്ങനെ ആദിവാസികൾ എന്നൊരു വിഭാഗം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ എമർജൻസി അത് അട്ടപ്പാടിയിൽ വന്നതിന് ശേഷമല്ലേ? അട്ടപ്പാടിയിൽ വന്നതിന് ശേഷമല്ലേ? അല്ലല്ല, അതിനു മുമ്പ്. ഈ കഴിഞ്ഞ 45 വർഷത്തിനിടയ്ക്ക് നടത്തിയ ഈ പ്രധാന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? ഒരു 56,000 ആളുകളുണ്ടായിരുന്ന അട്ടപ്പാടിയിൽ 35 ചാരായ ഷാപ്പുകളും 15 കള്ള് ഷാപ്പുകളും ഓരോ ഷാപ്പിനും 3 മുതൽ 7 വരെ ഉപഷാപ്പുകൾ നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം എന്തായിരുന്നിരിക്കാം മദ്യത്തിൻ്റെ മറ്റേ ഉപഭോഗം അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു പോയാൽ മിനിമം 10 പേര് മദ്യമടിച്ച് ലക്കില്ലാതെ ഇന്നത്തെ ഭാഷയിൽ പാമ്പുകളായിട്ട് വഴി കിടക്കുന്നത് കാണാമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വസ്ത്രമില്ല. ഈ അവസ്ഥകളെല്ലാം കണ്ട് അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിയപ്പോൾ പല ആളുകളുടെയും പ്രത്യേകിച്ചും സ്ത്രീകളുടെ റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മദ്യനിരോധന സമരത്തിന് ആഹ്വാനം ചെയ്തത്. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. ആദിവാസി ദളിത് മേഖലകൾ, ഭൂരിപക്ഷ മേഖലകളിൽ യാതൊരു കാരണവശാലും മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിപണനം, മറ്റേ ട്രാൻസ്പോർട്ട് വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ 1993 കേന്ദ്ര ക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിവിടെ കേരളത്തിൽ ഇവരത് പുറത്താക്കിയില്ല. 94 എനിക്കതിൻ്റെ ഒരു കോപ്പി കിട്ടി. ആ കോപ്പിയുടെ 10,000-കണക്കിന് കോപ്പികൾ നോട്ടീസായിട്ട് അടിച്ച് വിതരണം ചെയ്താണ് ജനങ്ങളിൽ ഈ ഒരു അവയർനെസ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ അട്ടപ്പാടി ഒരു ട്രൈബൽ ബ്ലോക്കാണ്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടെ മദ്യം വിപണനവും നിർമ്മാണവും ഒക്കെ നിരോധിക്കേണ്ടതാണ്. അല്ല, അതിൽ വലിയൊരു കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു അല്ലേ പ്രവർത്തനങ്ങളിലൂടെ അബോളിഷ് ചെയ്ത് ഇവിടെയുള്ള ഷാപ്പുകളല്ല. അപ്പോൾ ധാരാളം ജീവിതാനുഭവങ്ങളൊരു വ്യക്തിയാണ് താങ്കൾ. തെക്കൻ ജില്ലയിൽ ജനിച്ചു വളർന്നു, പിന്നീട് അട്ടപ്പാടിയിലേക്ക് വന്നു. ഇവിടുത്തെ മദ്യനിരോധന കാര്യത്തിലും സാക്ഷരതയുടെ കാര്യത്തിലും ആദിവാസികളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിലും ക്ഷേമത്തിൻ്റെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ധാരാളം ഇടപെടലുകൾ വ്യക്തിപരമായിട്ടും കൂട്ടായ്മയിലൂടെയൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് 2023 എത്തി നിൽക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ മനുഷ്യ സമൂഹത്തെയും മുൻനിർത്തി താങ്കൾക്ക് എന്തു പറയാനുണ്ട്? ശിക്ഷിച്ചും ശകാരിച്ചും
ബലം പ്രയോഗിച്ചും ഒരു മനുഷ്യനും ഒന്നും നന്നാക്കാൻ പറ്റില്ല. ഇന്ന് പട്ടാളവും പോലീസും നിയമങ്ങളും എല്ലാം ചെയ്യുന്നത് അധികാരി വർഗവും എല്ലാം ബലപ്രയോഗത്തിൻ്റെ ഓരോ ആവിഷ്കാരങ്ങളാണ്. ഇതിന് മാറ്റം വരണം. 45 വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിലെത്തിയ അദ്ദേഹം ആദിവാസി ജനതയുടെ ക്ഷേമത്തിലും പുരോഗതിയിലും വിദ്യാഭ്യാസ കാര്യത്തിലും അതോടൊപ്പം ഇപ്പോൾ പുതിയ കാലത്ത് മാനവികതയിലൂന്നിയ സംഘാടനത്തിലും അദ്ദേഹം കർമ്മനിരതനാണ്. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയും ധാരാളം അറിയാനുണ്ട്. ഏതായാലും ഈ സമയത്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എളിയ ജാലകം തുറക്കാൻ മാത്രമാണ് ഈ സംഭാഷണം ഉപകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൂടുതൽ അറിയുക, അദ്ദേഹത്തിൻ്റെ മാനവികതയുമായി അദ്ദേഹം സങ്കല്പിക്കുന്ന ആ സൗഹൃദ സാഹോദര്യ കാഴ്ചപ്പാടുമായി ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.